സ്പൈസി ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അതാ എല്ലാവരും ലെമൺ റൈസ് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ലെമൺ റൈസ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ടൊമാറ്റോ ഇട്ടിട്ട് ലെമൺ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ പേര് ടൊമാറ്റോ ചിത്രാന എന്നാണ്. കർണാടകയിൽ ഇങ്ങനെയാണ് ഇതിന് പറയുക കേട്ടോ. ലെമൺ റൈസ് അല്ല ആക്ച്വലി ഇത്, പക്ഷേ ലെമൺ റൈസിൻ്റെ അതേ പ്രൊസീജിയറാണ്. ലെമണ് പകരം നമ്മൾ യൂസ് ചെയ്തത് ടൊമാറ്റോ ആണെന്ന് മാത്രം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഈ റൈസിനുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. അതിനു മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചോപ്പറിലിട്ട് നല്ല കുനായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉള്ളി എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് കുറച്ച് ഞാൻ ഈ മസാല ഉണ്ടാക്കിയിട്ടേ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. നമുക്ക് വീണ്ടും പിന്നെ റൈസ് മാത്രം ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് പിന്നെ ഈ മസാലയായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ലെമൺ റൈസും ഈ ടൊമാറ്റോ ചിത്രാനയൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ചിത്രാന എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ആക്ച്വലി ലെമൺ റൈസിന് അവരങ്ങനെയാണ് കേട്ടോ പറയുക. ലെമൺ റൈസിൻ്റെ പേരാണ് അത്. അപ്പോൾ ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് ഈ ലെമൺ റൈസൊക്കെ ഉണ്ടാക്കുക. നമ്മൾ ലഞ്ചിനല്ലേ സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഞാൻ ഇതാ അങ്ങനെ കുനുകുന അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തക്കാളിയും അരിഞ്ഞെടുക്കണം. പക്ഷേ തക്കാളി ചോപ്പറിലിട്ട് അരിയാൻ പറ്റില്ല, അപ്പോൾ അത് പേസ്റ്റായി പോവും. നമുക്ക് അത് കൈ വെച്ച് അരിഞ്ഞെടുക്കണം. പിന്നെ അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ റൈസിന് നമ്മൾ ഒരിക്കലും ഇഞ്ചി ഉപയോഗിക്കരുത്. അപ്പോൾ ഗാർലിക്ക് മാത്രം മതി കേട്ടോ, നമുക്ക് വെളുത്തുള്ളി മാത്രം മതി ഇതിലേക്ക് നമുക്ക്. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഈ ഉള്ളി, 3 തക്കാളി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന റൈസ്. ഇതാണ് ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സോന മസൂരി റൈസ്. ഇത് പല ക്വാളിറ്റി ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഏതോ ഒരു ക്വാളിറ്റി ഉള്ള ഒന്ന് എടുത്തിട്ടുണ്ട്. സ്ഥിരമായിട്ട് വാങ്ങുന്ന ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിൽ വിസിലടിക്കുന്നില്ല, ഞാൻ വെള്ളം ഊറ്റിയെടുക്കുകയും ചെയ്യുന്നത്. വിസിലടിച്ച് കഴിഞ്ഞാൽ കേക്ക് പരുവത്തിലെത്തും. അപ്പോൾ അത് വേണ്ട, നമുക്കിങ്ങനെ അരി വേറെ നിൽക്കണ്ടേ, അങ്ങനെയല്ലേ നമുക്ക് കഴിക്കാനൊക്കെ രസം. അപ്പോൾ ഞാനിത് തിളപ്പിച്ച് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ ചോറ് മാത്രം വേവിച്ചിട്ട് നമുക്ക് മസാല മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാട്ടോ ഞാൻ ചോറ് വേവിക്കുന്നത്. ഞാനൊരു 2 ഗ്ലാസ് അരി എടുത്തു, അതിങ്ങനെ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനി ഇത് നല്ലപോലെ കുക്കാവുന്ന സമയത്ത് ഞാൻ ഇത് ഊറ്റിയെടുക്കും. അപ്പോൾ അതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ല. അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനൊരു 3 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ ചോറ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഊറ്റി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങിയാലോ. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അത് കുറച്ച് കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാ ഒഴിക്കുന്ന പോലെ ഒഴിക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കണം. എണ്ണയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ആള് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് പച്ചമുളക് കേട്ടോ.
ഈ പച്ചമുളക് ആദ്യം ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഇത്രയും എണ്ണയില്ലേ, ഈ എണ്ണയിൽ മൊത്തം നമ്മുടെ ആ പച്ചമുളകിൻ്റെ എരിവ് അങ്ങ് പിടിക്കും. അപ്പോൾ നമ്മുടെ ചോറിൻ്റെ എല്ലാ ഭാഗത്തും നല്ല എരിവായിരിക്കും കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഒരുപാട് ഇടരുത്, നല്ല സ്പൈസി ആയി പോകും. അപ്പോൾ ഞാനിത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നല്ല, എനിക്ക് ചെയ്തു തരുന്നതും എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന കുട്ടിയാട്ടോ. അപ്പോൾ അവളെ ഹെൽപ്പിലാണ് ഞാനിപ്പോൾ ഈ ഒരു ടൊമാറ്റോ ചിത്രാന ഉണ്ടാക്കുന്നത്. ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കി പഠിപ്പിച്ച് തരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവൾ പറഞ്ഞു ഈ ടൊമാറ്റോ ചിത്രാന ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ലെമൺ റൈസ് എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ടതേ കടലപ്പരിപ്പാണേ, അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഇനി നിലക്കടല ഇടാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ, വറുക്കാത്ത കടലയാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണയിൽ തന്നെ അതൊന്ന് വറുത്ത് കോരി മാറ്റി വെച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നിലക്കടല ഉണ്ട്, അത് ഓൾറെഡി ഫ്രൈഡാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളിയെല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം ഈ ഉള്ളി. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതായത് ഈ ഉള്ളിയിൽ വെള്ളം ഉണ്ടാവുമല്ലോ, ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവണം. നമുക്കിത് എടുത്ത് വെക്കാനുള്ളതല്ലേ. അപ്പോൾ വെള്ളത്തോടെ നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടുവന്ന് പോകും. അത് കാരണം ഇതിൻ്റെ വെള്ളം നല്ല പോലെ വറ്റണം, എണ്ണ തെളിഞ്ഞ്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ല പോലെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് കാണാം. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ചതച്ചിട്ടേ ഉള്ളൂ, ഒന്ന് നല്ലപോലെ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ അതും നല്ലപോലെ ഇനി പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3 തക്കാളി നൈസായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ തക്കാളീൻ്റെയൊക്കെ വെള്ളം വറ്റണം, നല്ലപോലെ പച്ചമണമൊക്കെ മാറി വരണം, അതുവരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആ സമയത്ത് എണ്ണ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് എണ്ണ അത്യാവശ്യം നല്ലപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടേ. അപ്പോൾ ഇതാ ഇനി തക്കാളി ഒന്ന് സെറ്റാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണേ. അപ്പം ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് നോക്കിയത്. അപ്പം അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തില്ല. അത് കുറച്ചും കൂടെ വേണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മൾ റൈസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു യെല്ലോ കളർ കിട്ടണമെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ പോരാ. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഞാനൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ തെളിഞ്ഞ് വരണം നല്ലപോലെ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇട്ട് കൊടുത്ത മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് കുക്കാവണ്ടേ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് നാളികേരം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത നാളികേരമാണ്. അപ്പോൾ അതൊന്ന് നല്ലപോലെ ചൂടാവുന്ന വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കോമ്പിനേഷൻ ഒരു ചട്നി ഉണ്ട് കേട്ടോ, ടൊമാറ്റോ ചട്നി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പോൾ വീഡിയോ കാണാൻ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അത് വേറൊരു ദിവസം ആഡ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് നിലക്കടല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നീൻ്റെ കാര്യം ഞാൻ മറക്കാതെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ ചിത്രാനേൻ്റെ കൂടെ മാത്രമല്ല, ലെമൺ റൈസിൻ്റെ കൂടെയും പുളിയോഗ്രാൻ്റെ കൂടെയും ഇവിടെ എന്ത് റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് റൈസുകളുണ്ട് കേട്ടോ. പുദീന റൈസ്, കോക്കനട്ട് റൈസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും ഇവർ കഴിക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. ഒരു ചട്നിയല്ല, പലവിധം മാറി മാറി ചട്നികൾ ഉണ്ടാക്കും. എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ റൈസിൻ്റെ കൂടെ. നമുക്കെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ചട്നീൻ്റെ വീഡിയോ ഞാൻ മറക്കാതെ തന്നെ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മസാല മാറ്റി വെക്കും കേട്ടോ. കുറച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. ആവശ്യത്തിന് മാത്രമേ ഇപ്പോൾ ഉപയോഗിക്കുകയുള്ളൂ. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നെ റൈസ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എൻ്റെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള ഈ പാനിലെ മസാലയ്ക്ക് ഞാൻ എൻ്റെ റൈസ്, ഞാൻ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഞാൻ ഇനി കറക്റ്റ് ഇതിൽ മസാല മതിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്ത് വെച്ചതിന് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ചോറിന് പാകത്തിന് മസാല ആക്കി വെക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൊമാറ്റോ ചിത്രാന. എല്ലാവരും ലെമൺ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ നമ്മൾ ലെമൺ ആഡ് ചെയ്തിട്ടില്ല, ലെമണ് പകരമാണ് നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, ലെമൺ റൈസ് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. എങ്ങനെയുണ്ട് ചേട്ടാ? നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല സ്പൈസി. ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ? ചട്നി നല്ല ടേസ്റ്റ്. ഉപ്പൊക്കെ കറക്റ്റാ? അടിപൊളി.